എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഛർദിയെക്കുറിച്ച് നോക്കാം. നമ്മുടെ പ്രൈമറി എലിമിനേഷൻ പ്രോസസ്സാണ് ഛർദി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വേണ്ടാണ്ടുണ്ടായ വസ്തു, എക്സസ് ആയിട്ടുള്ള വസ്തു, അത് ചിലപ്പം ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് വരുമ്പോഴായിക്കോട്ടെ, ഇത്തരം വേസ്റ്റിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ശരീരം ഛർദിപ്പിക്കുന്നത്. ഛർദിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൽ നിന്ന് എത്ര ശക്തമായിട്ടാണ് ആ ശരീരം, എത്രയും ശക്തി കൊടുത്തിട്ട് വേണം ആ ഫുഡിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഛർദിക്കുന്ന എന്താണ് വസ്തു അതിന്, അപ്പോൾ അത്രയും സ്ട്രെയിൻ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ട്. ഛർദി ശരിക്കും അക്യുപഞ്ചർ പ്രകാരം എലിമിനേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ഷമിച്ച് നിൽക്കുക. എത്രത്തോളം ഛർദിച്ചു പോകാനുണ്ട്, അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ വിശപ്പും ദാഹവും ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് എന്തെങ്കിലും ഫുഡോ വെള്ളമോ നമ്മൾ കുടിക്കേണ്ടത്. ശരിക്കും ആ ഒരു വിശന്ന് ആഹരിക്കുന്ന ആൾക്ക് ഛർദി പോലുള്ള അവസ്ഥ വരാൻ വളരെ കുറവാണ്. കാരണം ഞാനും ഇതേ സാഹചര്യത്തിൽ പോയിട്ടുണ്ട്. പണ്ടെല്ലാം എനിക്ക് അധികം ഛർദിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മോൾക്ക് പനിയൊക്കെ വരുമ്പോൾ അവൾ ഛർദി ആദ്യം വരിക, എന്നിട്ടാണ് അവൾക്ക് പനി പോലും വരാറുള്ളത്. പക്ഷെ ഇപ്പോൾ അക്യുപഞ്ചർ രീതിയിൽ ജീവിക്കുമ്പോൾ, വിശന്ന് മാത്രം ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പിന്നീട് നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഛർദിക്കുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാകും, എന്തെന്താ ഇങ്ങനെ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. പിന്നെ ഒരു ടെൻഷൻ തന്നെയാണ്. ശരിക്കും ടെൻഷൻ മാറണ്ടെങ്കിൽ അക്യുപഞ്ചർ പഠിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു എലിമിനേഷൻ പ്രോസസ്സാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം 4G കൃത്യമായിട്ട് പാലിക്കുന്ന ആൾ, വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നവർക്ക് എന്ത് പോയ്സൺ ഉള്ള ഭക്ഷണം ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, അതെന്ത് ചെയ്യും, നമുക്ക് പുറത്തേക്ക് ഡൈജസ്റ്റ് ചെയ്ത് അത് പുറത്തേക്ക് വേസ്റ്റിനെ കളയുന്നുണ്ട്. പക്ഷേങ്കിൽ നേരെ ഫുഡ് കഴിക്കുന്ന വ്യക്തിക്ക് അത് ദഹിക്കാനുള്ള സമയം ശരീരത്തിനില്ല. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും ടോക്സിക് ആവുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യും, ഇത് വായിലോട്ട് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ചിലപ്പോൾ നമുക്ക് യാത്രകൾ പോകുമ്പോൾ ഛർദി വരാറുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആ ഛർദി വരുന്നത്. മനസ്സും കണ്ണും ഒക്കെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ കൊണ്ട് ഛർദി വരും. യാത്ര പോകുന്നവർക്ക് ചിലപ്പം ഛർദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഛർദിക്കാറുണ്ട്. ഓരോ തരം ഛർദിയുണ്ട്. പക്ഷേങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എക്സസ് ആകുന്ന അവസ്ഥയിൽ നമ്മൾ ഛർദിക്കുന്നതെന്ന് വെച്ചാൽ ശരിയായ ഡൈജഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം അത് വിശക്കുമ്പോൾ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ ഈ ഛർദി പോലുള്ള അവസ്ഥ ശരീരത്തിന് ചെയ്യാതിരിക്കേണ്ടി വരും. നമ്മൾ ആയുർവേദത്തിലെല്ലാം കാണാം ഛർദിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഛർദി ഒരിക്കലും ഒരു മോശമല്ല. പക്ഷെ നമ്മൾ വാർത്തയിൽ കാണുന്നത് ഫുഡ് പോയ്സണിങ് കൊണ്ട് മരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. ഛർദിക്കുമ്പോഴത്തേക്ക് മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. അതിലൂടെ നിർജ്ജലീകരണം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കും. അതുകൊണ്ട് നമ്മളിത് ഛർദിക്കുന്നതിന് ഫുഡ് കൊടുക്കും, പിന്നെ അതും ഛർദിക്കും. അപ്പോൾ അതൊന്ന് ക്ഷമിച്ച് ഒരു 3-4 വട്ടം ഛർദിച്ച് നല്ല ക്ഷീണം ഉണ്ടാവും ആ വ്യക്തിക്ക്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വിശപ്പാണോ ദാഹമാണോ വരുന്നത്, അതിനനുസരിച്ച് ഒരു ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ക്ഷീണം കഴിഞ്ഞിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ശരീരത്തിന് പിന്നെ അത് താങ്ങാൻ വേണ്ടി പറ്റില്ല, പിന്നെയും ഛർദിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത്രയും സ്ട്രെയിന് ശരീരം എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് ശരീരത്തിൽ ഉള്ള എനർജിയും കൂടി പിന്നെയും പോകുന്നതിന് കാരണമാകും. അതിന് പകരം ഛർദി നിർത്തിക്കാതെ അതിനെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ചില ആളുണ്ടാവും മരുന്ന് വാങ്ങിയിട്ട് കുടിക്കും ഛർദിക്കുമ്പം. ഈ പറയുന്ന ഞാനും ഒക്കെ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ വെക്കുമ്പോൾ ആ ശരീരത്തിലുള്ള വേസ്റ്റിനെ നമ്മൾ പുറത്തേക്ക് വിടാണ്ട് അവിടെ സപ്രസ് ചെയ്യുകയാണ്. നമുക്ക് പേടിയാണ് ഛർദിക്കുമ്പോൾ എന്തെങ്കിലും ആകുന്നത്. പക്ഷെ ആ ഫുഡിനെ അവിടെ അമർച്ച ചെയ്യുമ്പം ഒരുപാട് വിഷമങ്ങൾ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ട്. ആ കെമിക്കൽസ്, ആ ഫുഡ് വേസ്റ്റ് എവിടെയെങ്കിലും പോയി സ്റ്റോർ ചെയ്തിട്ട് വേറൊരു രോഗമായിട്ട് പിന്നീട് നമ്മളെ കാണിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പം ചില ആൾക്കാർക്ക് അത് കഴിക്കുമ്പോൾ വയറ്റിലൂടെ ലൂസ് മോഷനായിട്ട് പോകും. അപ്പോഴേക്കും നമ്മൾ അവിടെ പോയിട്ട് ആ ലൂസ് മോഷൻ നിർത്തും. ശരിക്കും ആ വേസ്റ്റ് ഏതെങ്കിലും വഴി
പുറത്തു പോകുന്നതിന് നമ്മളോട് ഒന്ന് ക്ഷമിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഛർദി വലിയ അസുഖമല്ല, നമ്മുടെ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. അതിനൊന്ന് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഛർദിച്ച് ആ ഒരു ക്ഷീണം മാറിക്കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും. നമ്മുടെ ഭയമാണ് ഈ ടൈമിൽ മാറ്റേണ്ടത്. തീർച്ചയായിട്ടും അക്യുപഞ്ചറിസ്റ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടുന്ന് ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ ഛർദീൻ്റെ ക്ഷീണവും മാറിക്കഴിഞ്ഞാൽ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.